ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. കുറഞ്ഞത് 2000 മുതൽ ഇങ്ങോട്ടേക്ക് ഏതാണ്ട് ഒരു 10-15 വർഷം CPM വിഭാഗീയത ഉണ്ടാകുന്ന സമയത്ത് VS അച്യുതാനന്ദൻ നായകനും പിന്നെ പിണറായി വിജയൻ വില്ലനുമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയന് മാധ്യമങ്ങളോടൊരു എതിർപ്പും, മാധ്യമങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നത്. പക്ഷെ നിങ്ങളുടെ ആ കാര്യം വെച്ച് 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി വേറെ ആരും കണ്ടിന്യൂസ് ആയിട്ട്. നിങ്ങൾ മാധ്യമങ്ങൾ പിന്നെ പൂർണ്ണമായും പിണറായി വിജയനെ വില്ലനായി ചിത്രീകരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ കേരളം 10 വർഷം പിണറായി വിജയന് ഭരിക്കാനായിട്ട് അവസരം കൊടുത്തു എന്നുള്ളതുണ്ട്. അപ്പോൾ മാധ്യമങ്ങളാണോ വിജയിച്ചത്, പിണറായി വിജയനാണോ വിജയിച്ചത്, അതോ പൊതുസമൂഹമാണോ വിജയിച്ചത് എന്നൊരു ചോദ്യം. ഇതിനകത്ത് വിജയവും പരാജയവും ഒന്നും നമ്മൾ എടുക്കണ്ട. ഞാൻ പറയുന്നത് ഓരോരുത്തരും അവരുടെ റോള് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ റോളുകൾ പരമാവധി കുറ്റമറ്റതാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിണറായി വിജയൻ സെൽഫി എടുക്കാൻ വിസമ്മതിച്ചു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു പത്രമോ പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ പോലും അത് ഏതെങ്കിലും ഒരു പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അതിലൊന്നും സംശയം വേണ്ട. മാധ്യമങ്ങൾ മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പലപ്പോഴും ഇന്നിപ്പോൾ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ രണ്ട് വിഭാഗത്തിലുള്ള രണ്ട് കൂട്ടരും പാലിക്കേണ്ട ചില ഔചിത്യങ്ങളുണ്ട്. ഇപ്പം ജോബിഷ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഏത് സമയത്താണ് ഒരു മനുഷ്യനോട് സെൽഫി എടുക്കാൻ ആവശ്യപ്പെട്ടത് എനിക്കുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മനുഷ്യരും, ഞാൻ പറയാൻ ശ്രമിച്ചതാണ്, എല്ലാ മനുഷ്യരും എല്ലാ സമയത്തും സന്തോഷത്തോടെയൊന്നും ഇരിക്കുന്നില്ല. നമ്മുടെയൊക്കെ കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഓരോരുത്തർ ഓരോ മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാകും എന്നുള്ളത് ശരിയാണ് അല്ലേ? ഇപ്പോൾ മോഹൻലാലിനെ നിങ്ങൾ കാണും, അല്ലെങ്കിൽ മമ്മൂട്ടി നിങ്ങൾ കാണും, അല്ലെങ്കിൽ ഫാസ്റ്റിനെ കാണും. ആളുകൾക്കൊരു വലിയ കൗതുകം ഉണ്ടാകുന്നുണ്ട്. ആ കൗതുകമാണ് അവരെ നിലനിർത്തുന്നതും. സത്യത്തിൽ ആ കൗതുകത്തോട് കടപ്പെട്ടവരായിരിക്കണം അവരെന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയുമുണ്ട്, പറ്റണമെന്നില്ല. പക്ഷെ എന്നാൽ അവരും മനുഷ്യരാണ് എന്നൊരു പ്രശ്നവുമുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരു അന്തിമ അഭിപ്രായം പറയാൻ വലിയ പ്രയാസമുള്ള വിഷയങ്ങളാണല്ലേ. പക്ഷെ പൊതുവിൽ എടുക്കുമ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ, ഒരു പബ്ലിക് സ്പേസിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.